വെൽക്കം ബാക്ക്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ വന്നത്. പക്ഷെ എൻ്റെ അനിയൻ്റെ സെർവറിലല്ല, അവൻ ഇപ്പോൾ ഓഫ്ലൈനാണ്. അവൻ വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കളിക്കാമെന്ന് വെച്ചിട്ട് ഇതെൻ്റെ സെർവറാണ്. ഞാൻ കുറച്ച് ദിവസം തുടങ്ങിയിട്ട് നോക്കാം. വീടൊക്കെ പണി നമ്മളൊരു വില്ലേജിൻ്റെ അടുത്താണ്. നമ്മൾ ക്യാറ്റിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് കുറേ ലൈക്ക് 3-4-5 ക്യാറ്റിനേക്കാളും മേളിൽ നമുക്ക് ക്യാറ്റുണ്ട്. ഇപ്പം കാണിച്ചിട്ട് സർവൈവലാണ്. ഇത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നെറ്റ് ഇട്ടാണ് ഗൈസ്. ആക്കണ്ട ഗൈസ്. എത്ര പൂച്ചകളുണ്ടെന്ന് കണ്ട? 1 2 3 4 5 6 7 8 പൂച്ചകൾ ഗൈസ്. എൻ്റെയൊക്കെ ഒരു ഭാഗ്യം. ഇപ്പോൾ രാത്രിയാണോ തോന്നുന്നത്? നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യിക്കണം. സൂത്രമുണ്ട്, പെട്ടെന്ന് പോരാ. ഞാൻ ഇത്ര നാള് എൻ്റെ അടുത്ത് തൊട്ട് വില്ലേജൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിതിൻ്റെ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചു. ഡയമണ്ടൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയാം. അവിടെ ഡയമണ്ടൊക്കെ എവിടെയാടാ ജിത്തു? ഇതായിരിക്കണം ഗൈസ് 16 ഡയമണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യണം. ഫിഷ് ചെയ്ത് പൂച്ചെടുക്കും. നമുക്ക് എന്തെങ്കിലും റെയർ ഐറ്റം കിട്ടിയിട്ട് ഗൈസ് വിളിക്കാം. നമുക്കിവിടെ 2 ക്രീപ്പർ പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നാമതൊന്നും ഞാനാണെങ്കിൽ ഇവിടെ ഇന്ന് ഫിഷിംഗ് റോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്രീപ്പർ പൊട്ടി. ബാക്കിൽ നിന്ന് ക്രീപ്പറിന് ചതിച്ച് ബാക്കിൽ നിന്ന് പൊട്ടി. പിന്നെ ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ക്രീപ്പർ ബാക്കിൽ നിന്ന് പൊട്ടി ഗൈസ്. കുത്തി അല്ല വേണ്ട. ഇത് 2 മീൻ 2 പൂച്ചകൾ കൊടുക്കണം. ഈ പൂച്ചിനെ ഫീഡ് ചെയ്യും. And we can feed this. Stand. Boy. നോക്ക് ഗൈസ്, എന്താ ഒരു അത്ഭുതം. 2 ബേബി പൂച്ചാസ്. ഈ ഒരു തുറ്റിയുണ്ട് ഇവിടെ. നമുക്ക് അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ പോയിട്ട് വരാം. നമ്മുടെ വില്ലേജിലൊക്കെ പോയിട്ട് വരാം. കാണിച്ചു തരാം. ഞാൻ പ്ലേഡാണ് ഗൈസ് ഈ സർവർ. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ സോംബി ഉണ്ട്. എൻ്റെ അണ്ടർഗ്രൗണ്ട് എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ട് പാസിറ്റിൽ എവിടെയെങ്കിലും. പിന്നെ അല്ല വില്ലേജിൽ നിന്നൊക്കെ വല്ലതും എടുക്കാം ഗൈസ്. കണ്ടോ ഗൈസ്, നല്ല വലിയ വില്ലേജ് അല്ലേ ഗൈസ്. നമ്മളിത് കയറി ചെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത്. വീണ്ടും ഒന്നും വെച്ചിട്ടില്ല ഗൈസ്. ഏതൊരു വില്ലേജിൻ്റെ ഇല്ല.
അയൺകോളം. എനിക്ക് അയൺകോളത്തിന് റിപ്പയർ ചെയ്യണേ ചിത്തു. ഗൈസ് ഇതെന്തിനെന്ന് വെച്ചാൽ ഇവിടെ കിടക്കാൻ പറ്റില്ല. സോംബീസ് നിയർ ബൈ എന്ന് പറഞ്ഞു ആദ്യമായിട്ട് വന്നപ്പോൾ. അപ്പം അതിൻ്റെ കുറേ ഡേർട്ടുണ്ട്. ഞാൻ എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് കുറേ മണ്ട കയറിയിട്ട് ഇങ്ങനെ പോയി ഹായ് പൂച്ചേ ഇങ്ങനെ പോയി ഇവിടെ പോയി ഇങ്ങനെ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ സോംബീസിനെയും കൊന്നുകൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ഐഡി ഞാൻ ഇവിടെ വന്ന് ചത്തു. എല്ലാ സോംബീസിനെ ഇടയ്ക്ക് കഴിവില്ലാത്ത ഇല്ല. തക്കുടി പൂച്ച നമുക്ക് ഇതിനെ കൂടി വിളിക്കാൻ കഴിയാതെ എല്ലാ പൂച്ചകളെ വീട്ടിൽ കൊണ്ടാണല്ലോ പണി. ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഞാനേ എൻ്റെ വേറൊരു വേൾഡിൽ വേറെ എന്നോ മൈൻക്രാഫ്റ്റ് കളിച്ചത് അതിൻ്റെതുള്ള വേൾഡിൽ ഞാൻ ഒരു വേൾഡ് തുടങ്ങി. അതിൻ്റെ അകത്ത് പൂച്ച ഫാം തുടങ്ങിയേ. പൂച്ച ഫാമെന്ന് ശേഷം എൻ്റെ വീട്ടിനകത്ത് തന്നെ. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം എൻ്റെ വില്ലേജിൽ ഒരു ഇതേ ഉണ്ട്. അയ്യോ ശരിയാണ്. ഞാൻ എല്ലാം ജസ്റ്റ് വെച്ചിട്ട് പറയട്ട്. അതിൻ്റെ അകത്ത് ഒരു പൂച്ച ഉണ്ടായിരുന്നുള്ളൂ. അല്ല ഈ വില്ലേജിൽ തന്നെ ഗൈസ്. ഈ വില്ലേജിൽ തന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഈ വില്ലേജിൽ ഒറ്റൊരു പൂച്ച ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാകുമ്പോൾ എടുത്ത് ചാടിയത്. അതിൻ്റെ അകത്ത് ഒറ്റ പൂച്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ആ പൂച്ച എടുത്ത് ഞാനാണെങ്കിൽ വീണ്ടത് കൊണ്ടുപോകണം. എന്നിട്ട് ഞാനാണെങ്കിൽ നിന്റെ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കി. എത്ര ഉണ്ട്? 16. ഡയമണ്ട് ടൂൾസ് ഉണ്ട്. അപ്പം പറയട്ടെ. ഞാനാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നേ. പിന്നെ ഞാൻ വീണ്ടും വില്ലേജ് ചുമ്മാ പോയത് 2. അപ്പം നീ കേൾക്കണ്ട. പിന്നെ ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിനകത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വീണ്ടും ചുമ്മാ വല്ല ഫുഡിന് വേണ്ടി ഞാൻ ഈ വില്ലേജിൽ തന്നെ വീണ്ടും വന്നു. നോക്കിയപ്പോൾ അടുത്ത പൂച്ച സ്പോണേ. ഇത് പൂച്ചയില്ല ഇവിടെ. ഒരു പൂച്ചയില്ല. വേറൊരു പൂച്ച സ്പോണാവൻ. പിന്നെ എങ്ങനെയാണ് ഇത് പൂച്ചേനെ സ്പോണാക്കിയത്? ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പാക്ക് ഉണ്ടോ. ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. അല്ല പറ. അതൊരു വില്ലേജിൽ തന്നെ 10 വില്ലേജേഴ്സും ഉള്ളപ്പോൾ ഒരു ഗോളം സ്പോണാവും. അപ്പോൾ ആ കൂട്ടത്ത് ഗോളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്പോണാവും. എന്താ പറയുക, പൂച്ചകൾ ഗോളത്തിൻ്റെ കളം സ്പോണാവും. അതെന്തിന്? അത് എനിക്ക് അറിഞ്ഞൂടാ. അത് മോചനം എടുത്തിട്ട് വരെ. അപ്പം ഇവരെത്ര സ്പോണാക്കി? 10 വില്ലേജേഴ്സ് വന്നത് 1 മിനിറ്റിൽ ആണെന്നാണ് തോന്നുന്നത്. 1 മിനിറ്റിൽ സ്പോണാവും. അപ്പം എന്താ ബെഡ് പൊട്ടിച്ചത്? എന്തൊരു കഷ്ടമാണ്. ബെഡ് എൻ്റെ അടുത്ത് കിടന്നു ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് പല്ലേറ്റല്ലേ അവർ സ്കൂളിൽ പോണത്. നമുക്കവിടെ 10 ഇതുണ്ട് പൂച്ച. ഞാൻ 8 ബെഡ് എടുത്തു. അല്ല ആ 2 ബെഡ് നമുക്ക് ബെസ്റ്റ് ഗായ്സ്. അപ്പോഴത്തേക്ക് ലേറ്റ് ആവണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പോകുന്നു ഗൈസ്. നമുക്ക് പോയി ഈ ബെഡൊക്കെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാം. പൂച്ചക്കുട്ടിയല്ല, തള്ളയായി. തള്ളയും തന്തയൊക്കെ ആയി.
എൻ്റെ അടുത്ത് എത്ര ആൺ പൂച്ചകളുണ്ട്? അതിന് ബാക്ക് നോക്കിയാലേ അറിയാം. അത് 5 എണ്ണമെന്ന് പറഞ്ഞാൽ പോരെ? എനിക്കറിഞ്ഞൂടാ, കാരണം കുഞ്ഞു പൂച്ചകൾ 5 അമ്മകളുണ്ടെങ്കിൽ പിന്നെ 5 അച്ഛൻ കാണില്ല. 5 അമ്മ ഞാൻ പറഞ്ഞു. 10 പൂച്ചകളുണ്ടേ, അപ്പൊ 5 എണ്ണം പെണ്ണും 5 എണ്ണം 10. ചിലപ്പോ 6 എണ്ണം പെണ്ണും 4 എണ്ണം 10 ആണ്. പക്ഷെ ആണെങ്കിൽ ഒരു പ്രത്യേകത ആണെങ്കിൽ 2 പേര് റിച്ച് പേഴ്സൺ സിംഗിൾ പാസിന്റെ. അയ്യോ, ഇങ്ങനെയൊക്കെ സിംഗിൾ പാസ്. നമുക്ക് ഇനി ഉറങ്ങിയിട്ട് ഈ ബെഡൊക്കെ വെക്കാം ഗൈസ്. ഈ പൂച്ചകളൊക്കെ എൻ്റെ ബെഡിലാണ് വന്ന് കിടക്കണം. ബൈ ദ വേ ഗൈസ്, എൻ്റെ അനിയൻ്റെ റോബ്ലോക്സ് അക്കൗണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം ഗൈസ്. അവരെനിക്ക് അക്കൗണ്ട് തരുമോ? സപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു ഗൈസ്. ആൻഡ് നമുക്ക് അവൻ്റെ ഇതിലൊക്കെ അവൻ്റെ ചാനലിലൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഗൈസ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ല. നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒന്നും കാണില്ല, ഇനി ഇവരുടെ വീഡിയോസൊക്കെ കാണുള്ളൂ. നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയ വിഷമം. ഭയങ്കര വിഷമോ എന്നാ പിന്നെ കരൻ. അയ്യോ പാവം പൂച്ച ഗൈസ്. നീ പൂച്ചകളെ ശ്രദ്ധിച്ചോണ്ടിരുന്നോ? നമ്മളെണ്ണോ ആർക്കും വേണ്ടല്ലോ. പിന്നെ ഗൈസ്, അവൻ്റെ അക്കൗണ്ട് പോയി. അവൻ്റെ അക്കൗണ്ട് നിനക്ക് ഹാക്കായി ഗൈസ്. അതെന്റെ കഴപ്പായിരുന്നു, വേറെ ആരും. അതാണ് സത്യം, എന്റെ കഴപ്പായിരുന്നു ഗൈസ്. ആ പൂച്ച അവിടെ കിടന്നോട്ട്. ഒരു പൂച്ചനെ ഒറ്റയ്ക്കാക്കിയല്ലേ? നിങ്ങൾക്ക് എന്തൊരു ചെയ്യാന്ന് അറിയാമോ? എന്തൊരു ചെയ്യണം ഒന്നും പറയണില്ല. നല്ല കുട്ടിയായിപ്പോയി. ഇതാണെങ്കിൽ കണ്ടേനെ എന്ത് ചെയ്തേന്ന്. ഞാൻ നല്ലൊരു മാന്യനായിപ്പോയി. പ്ലെയർ ആയിരുന്നു, മാക്സ് ലെവൽ പ്ലെയർ ആയിരുന്നു. നോ പ്രോബ്ലം. ജിത്തു പുതിയത് ജിത്തു 2.0. ജിത്തു ഗൈസ്, നമുക്ക് ഇവനെ എല്ലാത്തിനെയും സ്റ്റാൻഡ് ചെയ്തിടാം ഗൈസ്. ആ സ്റ്റാൻഡ് ചെയ്തിട്ട് ചെല്ലണം. വെളിയിൽ പോയി കിടന്നത് പറയാനാണെങ്കിൽ ഇവൻ ലാഡർ ക്ലൈംബ് ചെയ്യും അല്ലേ ഗൈസ്? ഈ പൂച്ച എന്ത് ചെയ്യണം? വില്ലേജസ് ഒരു ലാഡർ ക്ലൈംബ് ചെയ്യില്ല. അപ്പോഴാണ് ക്യാറ്റുകള്. ക്യാറ്റ് ക്ലൈംബ് ചെയ്യും. ഇല്ല, ക്ലൈംബ് ചെയ്യും. ലെവൽ. ഈ പൂച്ച എന്തിനും ഇവിടെ വന്നിരിക്കണം? 3 പൂച്ച. ആ ഗൈസ്, ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവിടെ പോയി ഇരിക്കിട്ട് അവിടെ ഇരുന്നോളി. ഈ തൽക്കാലം വെള്ളം നമുക്ക് ഗ്രേ പൂച്ചസ് അവിടെ ആക്കാം. ഗ്രേ പൂച്ച ഇവിടെ അല്ല, ഗ്രേ പൂച്ച അവിടെയാണ് പോവാ. അതവിടെ പോയി. വെള്ളപ്പൂച്ച സ്റ്റാൻഡപ്പ്. ചേട്ടനൊന്നും അങ്ങോട്ട് പോയി അടി ഉണ്ടാക്കി. ഞാൻ പ്രോ പ്ലെയർ. ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ, ഓക്കേ? അത് ഗ്രേ പൂച്ച അവിടെ ഇരിക്കണം. എന്തിനാന്ന് തെണീറ്റ് വന്നു. പിന്നെ സ്റ്റാൻഡ് കിട്ടോ, പിന്നെ എണീറ്റല്ല, പിന്നെ പറന്നു വരും. സിറ്റ്. ഓക്കെ ഗൈസ്, സിറ്റ്. ഈ പൂച്ച എന്തിനാ ഇവിടെ വന്നേ? സ്റ്റാൻഡ് ചെയ്ത് വിട്ടോ. നീ എന്തിനാ ഇവിടെ വന്നേ? സ്റ്റാൻഡ് ചെയ്ത് വിട്ടോ. നീ എന്തിനാ ഇവിടെ വന്നു? ഒരു ബുദ്ധിയില്ല ഗൈസ്. നമുക്ക് പണ്ടേ ഇല്ലല്ലോ ഇത്. കഷ്ടമാണ്. നിങ്ങളെ ആദ്യം ഇറക്കി വിട്ട് അവിടെ നിന്ന് പോണം. ഇവിടെ പോണം. ഇത് ഇത്ര നേരം കുഞ്ഞു പൂച്ചയില്ലേ ഗൈസ്? ഞാൻ കണ്ട തെറ്റല്ലോ. അത് ഇത്ര നേരം കുഞ്ഞു പൂച്ചയില്ലേ? അത് വളർന്നാണ്. ഞാൻ ഫിഷ് കുടിച്ചില്ലല്ലോ. ഇനി അതാണ് വളർന്നു. ഇതൊന്നും അറിയാത്തൊരു ഗൈസ്, അപ്പൊ നമുക്ക് നാളെ കാണാം.